സിമ്പിൾ ഹിന്ദി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. 9th ഹിന്ദി യൂണിറ്റ് 5 രണ്ടാമത്തെ ചാപ്റ്റർ ബോൻസായി കവിതയുടെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനും ആൻസറും അതുപോലെ തന്നെ ആശയവും എങ്ങനെ മനസ്സിലാക്കാമെന്ന് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, ബോൻസായി കവിത കി രചയിത കോൻ ഹെ? ആരായിരുന്നു രചിച്ചത്? സുധാ ഉപാധ്യായ്. നെക്സ്റ്റ്, ബോൻസായി കിസ് വിധ കി രചന ഹെ? ബോൻസായി എന്നുള്ള ഭാഗം ഏത് സെക്ഷനിൽ പെട്ടതാണ്? കവിത. അതുപോലെ ഘൂര കെ ലിയെ സമാനാർത്ഥ ശബ്ദ് ക്യാ ഹെ? ഘൂരേമേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഘൂരേപ്പർ എന്നുള്ള, ഉഖാട് ഫേങ്ക ഘൂരേപ്പർ, ഘൂര എന്ന് പറഞ്ഞാൽ കൂടാ കച്ചറ. അതുപോലെ പേജ് നമ്പർ 93, കവിത പഠിത്തേ സമയ ഇൻ പ്രശ്നോം സെ ഗുസരെ. നമ്മൾ കവിത വായിച്ചപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 7 ക്വസ്റ്റ്യൻ ഇവിടെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ആൻസർ നമുക്ക് മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ, ആംഗൺ സെ खोद कर गमले में लगा देने से पौधे में क्या क्या परिवर्तन हो सकते हैं? അതായത് മുറ്റത്ത് നിന്നും കിളച്ചെടുത്തിട്ട് പൂച്ചട്ടിയിൽ വെച്ചപ്പോൾ ചെടിക്ക് എന്തൊക്കെയാണ് പരിവർത്തന ഹോ സക്തേ മാറ്റങ്ങൾ സംഭവിച്ചത്? അപ്പോൾ എന്താണ് മനസ്സിലായത്? പൗതേക്ക് ബഡാവ കം ഹോത്തി ഹെ അല്ലേ? അഗമല പൂച്ചട്ടിയിൽ വെച്ചപ്പോൾ ചെടിയുടെ വളർച്ച കുറഞ്ഞു വന്നു. അതുപോലെ പൗതേക്ക് ജഡെ ഗമലേക്ക് അന്തർ ഹീ രഖത്തെ ഹെ. ആദ്യം ആ ചെടിയുടെ വേര് ആ പൂച്ചട്ടിയിൽ തന്നെ ഉൾപ്പെടുന്നു. അതുപോലെ ദേക്കിനെമേ സുന്ദർ ഹെ, കാഴ്ച വളരെ മനോഹരവുമായിരിക്കുന്നു എന്നും എഴുതാം. നെക്സ്റ്റ്, ड्राइंग रूम में बोनसाई को അതിഥി ലോഗ് ആശ്ചര്യ സെ ക്യോ ദേഖ്തെ ഹോങ്കെ? അതായത് സ്വീകരണ മുറിയിൽ ബോൺസായിയെ കണ്ട് അതിഥികൾ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? അതായത് വലിയ വൃക്ഷമായി വളരേണ്ട ആ ചെടിയെ ചെറിയ ആ പൂച്ചട്ടിയിൽ വെച്ചപ്പോൾ സ്വീകരണ മുറിയിൽ അത് കാണുമ്പോൾ എല്ലാവരെയും ആകർഷിപ്പിക്കുന്നു. നെക്സ്റ്റ് നോക്കാം. धीरे धीरे मैं बोनसाई में तब्दील हो गई, इससे आपने क्या समझा? സാവധാനത്തിൽ ഞാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ബോൺസായി ആ ചെടി ബോൺസായിയായി മാറിക്കഴിഞ്ഞു. തബ്ദിൽ ഹോന മാറുക. ഇസ്സെ ആപ്പിനെ ക്യാ സമച്ച, ഇതിൽ നിന്നും എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? मौसम के बदलने से बोनसाई में भी परिवर्तन आता है, उस पर फल फूल आने लगा और जड़ भी बड़ा होकर गमले से बाहर गई. അതായത് കാലാവസ്ഥകൾക്കനുസരിച്ച് ബോൺസായിലും മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അതിൽ പഴങ്ങളും പൂക്കളും വരാൻ തുടങ്ങി. അങ്ങനെ വേരുകളും വലുതായി വളർന്നിട്ട് ആ പൂച്ചട്ടിയിൽ നിന്നും പുറത്തേക്ക് പോയി തുടങ്ങി. അങ്ങനെയുള്ള ഒരു ചിത്രം നമുക്കവിടെ കാണാം. നെക്സ്റ്റ് നോക്കാം. മുझमे लगे फल फूल ने तुम्हें फिर डराया, इससे आपको क्या आशय मिलता है? എന്നിൽ വളർന്നു വന്ന പൂക്കളും പഴങ്ങളും നിങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തി. ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് യജമാനെ അല്ലെങ്കിൽ ആ മാലിക്കിനെ. ഇസ്സെ ഇതുകൊണ്ട് ആപ്കോ ക്യാ ആശയം മിൽത്താ ഹെ, എന്താണ് ആശയം ലഭിക്കുന്നത്? इससे समझता है कि फूल फल सफलता और विकास का प्रतीक है, एक घर के अंदर रखने वाला नहीं. അതായത് ചെടിയിൽ വളരുന്ന പൂക്കളും അതുപോലെ പഴങ്ങളും സഫലതയുടെയും വികാസത്തിൻ്റെയും പ്രതീകമാണ്. ഇത് വീടിൻ്റെ അകത്ത് വളർത്തേണ്ട ഒന്നല്ല എന്നർത്ഥം. അപ്പോൾ അവിടെ ഡരായ എന്ന് പറഞ്ഞാൽ അത് വലിയതായി കഴിഞ്ഞാൽ വലിയ മരങ്ങളായാലും അതിന് പൂക്കളും പഴങ്ങളെല്ലാം അവിടെ താഴെ വീണ് കഴിഞ്ഞാൽ ആകെ അതിനെക്കൊണ്ട് വലിയൊരു ദോഷമുണ്ടാകും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ് ഭാഗം. बोनसाई में फल फूल लगने पर मालिक ने उसे घूरे पर क्यों फेंक दिया? मालिक ने सोचा कि ये फल फूल कमरे में गिरकर कमरा बुरा होगा, साथ ही गमला टूटकर उसकी जड़ें बाहर निकलने लगी है, इसलिए. അതായത് ഇതിൻ്റെ പൂക്കളും പഴങ്ങളും മുറിയിൽ വീണ് കഴിഞ്ഞാൽ മുറി മോശമാവുകയും അതുപോലെ തന്നെ പൂച്ചട്ടിയിൽ പൊട്ടിയിട്ട് അതിൻ്റെ അകത്തുള്ള ആ വേരുകളൊക്കെ പുറത്തേക്ക് പോവുകയും റൂമാകെ വൃത്തികേടാവുകയും ചെയ്യും എന്ന് മനസ്സിലാക്കാം. അടുത്തത്, ഘൂരെ पर बोनसाई की जड़ें और फैल गई है, मतलब क्या है? അപ്പോൾ ചവറ്റുകൂനയിൽ ബോൺസായിയുടെ വേരുകൾ കൂടുതൽ പടർന്ന് പന്തലിച്ചു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്?
घूरे पर बोनसाई के लिए आवश्यक वायु, सूर्य प्रकाश और पानी मिलता है, इसलिए जड़ भी फैल जाती है, साथ वो बड़ा बन जाती है. അതായത് ചവറ്റുകുനയിൽ ബോൺസായിക്ക് ആവശ്യമായ വായുവും സൂര്യപ്രകാശവും അതുപോലെ വെള്ളവും ലഭിക്കുന്നു. അങ്ങനെ വേരുകൾ പടർന്നു പന്തലിക്കുകയും പിന്നീടത് വലിയ മരങ്ങളായി മാറുകയും ചെയ്യുന്നു. कविता से विशेषण अर्थ को सूचित करने वाले शब्द को पहचाने. കവിതയിൽ നിന്നും പ്രത്യേകം അർത്ഥം സൂചിപ്പിക്കുന്ന പദങ്ങളെ മനസ്സിലാക്കുക. ജയ്സെ എക്സാമ്പിൾ നോക്കാം. ബോൺസായി ആങ്കൺ അല്ലെ, ബോൺസായി എന്ന ഒരു പേരുള്ള ആ ചെടിയും അതുപോലെ തന്നെ ആങ്കൺ മുറ്റം, അതുപോലെ ഗമല പൂച്ചട്ടി, അതുപോലെ ഹസറത്ത് മൗസം, അതുപോലെ ഘൂരെ കർവട്ട് എന്ന് പറഞ്ഞാൽ ചേഞ്ച്. ഇതുപോലെ കവിതയിൽ നിന്ന് നിങ്ങളും പോയിന്റുകൾ കണ്ടെത്തുക. पृष्ठ 92 का चित्र ध्यान से देखे, नीचे दिए प्रश्नों पर विचार करें. पृष्ठ എന്ന് പറഞ്ഞാൽ പേജ് നമ്പർ 92ാമത്തെ ഭാഗം. ആ ചിത്രം നോക്കുക. താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലാക്കുക. എന്താണ് ഇതിൻ്റെ അകത്ത് മനസ്സിലാവുന്നതെന്ന് നോക്കുക. ബോൺസായി കിൻ കിൻ കെ പ്രതീക് ഹോ സക്തേ ഹെ. ഈ ബോൺസായി എന്നുള്ള ചെടി എന്തിൻ്റെയെല്ലാം പ്രതീകമാണ്? എന്തൊക്കെയായിരിക്കാം? അതായത് സഹനശക്തി, പിന്നീട് സൗന്ദര്യ, അതുപോലെ സ്വതന്ത്രത നഷ്ട ഹോനെ വാലെ, ദൃഢ और സാധകി എന്നെല്ലാം പറഞ്ഞ അർത്ഥം അത് കാണാൻ കുറച്ചൊരു നല്ലൊരു ശക്തി, സഹനശക്തി, എല്ലാം സഹിക്കുവാനുള്ള. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിട്ടും അതിന് വീട്ടിൻ്റെ ഉള്ളിൽ സഹനശക്തിയോടെ വളരുന്നു. അതുപോലെ ആരെയും ആകർഷിപ്പിക്കുന്ന സൗന്ദര്യം, അതുപോലെ അതിന് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതി. ഇതിൻ്റെയൊക്കെ സൂചന നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാം. ക്യാ ബോൺസായി കിസി വിശേഷ അർത്ഥയ്ക്ക് സൂചന ദേത്തി ഹേ. അതായത് ബോൺസായി എന്തെങ്കിലും പ്രത്യേക അർത്ഥം സൂചിപ്പിക്കുന്നുണ്ടോ? അതായത് ഏ പൗദേ ജാപ്പാനി കലാ ഹെ. ഇത് ജാപ്പാനി കലയാണ്. അതായത് ജാപ്പാനി ഭാഷാക്ക ശബ്ദ് ഹെ ജിസ്കാർത്തെ ചോട്ടി പൗദ. ഇതൊരു ചെറിയൊരു ചെടിയാണ്. ജപ്പാൻ ഭാഷയിലുള്ള ശബ്ദമാണ്, അതുപോലെ തന്നെ ചെറിയ ചെടിയാണ്. ഗമലേമേം ഗർമേം കഹീം ബി രഗാജ സക്തേ ഹെ. അപ്പോൾ ചെടിച്ചട്ടിയുടെ വീടിൻ്റെ അകത്ത് എവിടെയും വെക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ആസ്വാദന ടിപ്പണി ലിഖേ. കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എളുപ്പമാക്കാം. कवयित्री सुधा उपाध्याय की प्रसिद्ध कविता है बोनसाई. यहाँ कवयित्री बोनसाई की विशेषताएं बताती है, फिर उनकी बुरी हालत पर चित्रण किया है. बोनसाई जापानी भाषा का शब्द है, इसका अर्थ है छोटा पौधा. അതായത് കവയത്രി സുധാ ഉപാധ്യായയുടെ പ്രസിദ്ധമായ കവിതയാണ് ബോൺസായി എന്നുള്ള ഈ ഭാഗം. ഇവിടെ കവയത്രി ബോൺസായിക്ക് വിശേഷതായും ബതാത്തി ഹെ എന്ന് പറഞ്ഞാൽ കവയത്രി ബോൺസായിയെ കുറിച്ചുള്ള പ്രത്യേകത, അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എനിക്ക് ബുരി ഹാലത്തുപ്പർ, പിന്നീട് അതിനെ മോശമായൊരവസ്ഥയെ വലിച്ചെറിയുന്നതും ചവറ്റുകുനിലേക്ക് എറിയുന്ന മോശമായൊരവസ്ഥയെക്കുറിച്ചുമാണ് ഇവിടെ ചിത്രീകരിച്ചത്. ബോൺസായി എന്നത് ജാപ്പാനി ഭാഷാക്ക ശബ്ദ ഹെ, ജപ്പാൻ ഭാഷയുടെ ശബ്ദമാണ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചെടി. ये पौधा वायु को शुद्ध करने में सहायता करता है, देखने में किसी को आकर्षण भी करता है. मालिक ने इसे गमले में लगाकर घर के ड्राइंग रूम में रखकर सजाते हैं. ഈ ചെടി വായുവിനെ ശുദ്ധീകരിക്കുവാനും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ആകർഷിപ്പിക്കുന്ന ഒന്നായിട്ടും കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ യജമാനൻ ഇതിനെ ആംഗൺ സെ കോതുക്കർ ഗമലേമേ ലഗാക്കർ, കവിതയിൽ നമ്മൾ പഠിച്ചതാണ്. മുറ്റത്ത് നിന്ന് കിളച്ചെടുത്തിട്ട് അതിനെ പൂച്ചട്ടിയിൽ നടുകയും അങ്ങനെ ഗർക്കെ ഡ്രായിങ് റൂമേ രേക്ക് രച്ചജാത്തെ ഹെ, വീട്ടിൻ്റെ സ്വീകരണ മുറിയിൽ വച്ച് നല്ല ഭംഗിയിൽ അതിനെ അലങ്കരിക്കുകയും ചെയ്യുന്നു. फिर मौसम में बदलने से पौधे में फूल फल लगाते हैं, ये देखकर मालिक उसे कूड़ा कचरे में फेंक देते हैं, लेकिन वहाँ से वो बड़ा बनकर उसमें कई जड़ें फैल जाती है. പിന്നീട് കാലാവസ്ഥക്കനുസരിച്ച് ചെടികൾക്ക് മാറ്റം വരുന്നു, അതിൽ പൂക്കളും പഴങ്ങളും ഉണ്ടാകുന്നു. ഇത് കണ്ടപ്പോൾ മാലിക് ഉസെ കൂടെ കച്ചറമേ ഫേങ്ക് ദേത്തെ ഹെ, യജമാനൻ എന്ത് ചെയ്യുന്നു, വേസ്റ്റ് ബിന്നിലേക്ക് അല്ലെങ്കിൽ വേസ്റ്റ് കൂനിലേക്ക്
വലിച്ചെറിയുന്നു. ഫേങ്കിന വലിച്ചെറിയുക. लेकिन वहाँ से वो बड़ा बनकर उनमें कई जड़ें फैल जाती है. അവിടെ നിന്നും അത് വലുതാവുകയും കുറേ വേരുകൾ വരികയും ചെയ്യുന്നു. शुद्धवायु, पानी और सूरज के किरणों से वो बड़ा पेड़ बनते हैं. അങ്ങനെ നല്ല വായുവും വെള്ളവും അതുപോലെ തന്നെ സൂര്യരശ്മികളെല്ലാം കിട്ടിയിട്ട് അത് വലിയ മരമായി തീരുന്നു. अंत में कवयित्री हम उपयोग के बाद कूड़े कचरे में फेंकने वाले मनुष्य की स्वार्थ व्यवहार ही हम ചിത്രം किया है. അവസാനം കവയത്രിയുടെ ഉപയോഗത്തിന് ശേഷം അവസാനഘട്ടം വേസ്റ്റിലേക്ക് വലിച്ചെറിയുന്ന മനുഷ്യരുടെ സ്വാർത്ഥ ചിന്തകളെക്കുറിച്ചാണ് ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഗമല, करवट, गूरे आदि विशेष अर्थ वाले शब्द से ये कविता बहुत सुंदर है. അതുപോലെ ഗമല, കർവട്ട്, അതുപോലെ ഗൂരെ എന്നുള്ള പ്രത്യേക അർത്ഥം വെച്ചുകൊണ്ടുള്ള ശബ്ദം ഉപയോഗിച്ച് ഈ കവിത വളരെയധികം ഭംഗിയാക്കിയിട്ടുണ്ടെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ കവിത നന്നായിട്ട് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനും ആൻസർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ആശയമാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. ചെറിയൊരു കവിത ആയതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഓരോ വാക്കിൻ്റെയും അർത്ഥങ്ങളും മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്.